CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ റെഡ് വോളണ്ടിയേഴ്സ് മാർച്ചിൽ രക്ഷിതാക്കളുടെ അനുവാദം കൂടാതെ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥിയെ കൂട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസിന് പരാതി നൽകി അച്ഛൻ. സംഭവം വിവാദമായതോടെ പാർട്ടി പ്രവർത്തകർ വിദ്യാർത്ഥിയെ തിരികെ സ്കൂളിലെത്തിച്ചു. തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് പരേഡിന് കൊണ്ടുപോയതെന്ന് വിദ്യാർത്ഥി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥി റെഡ് വോളണ്ടിയറായി സമ്മേളനങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ടെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ വാദം. തിരുവനന്തപുരം പേരൂർക്കട PSM ഗവൺമെന്റ് ഹൈസ്കൂളിലെ +1 വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ NSS ക്യാമ്പിനിടെ പിതാവറിയാതെ CPM ജില്ലാ സമ്മേളനത്തിലെ റെഡ് വോളണ്ടിയേഴ്സ് മാർച്ചിന് കൊണ്ടുപോയതാണ് വിവാദമായത്. സ്കൂളിലെത്തിയ സിദ്ധാർത്ഥിന്റെ അച്ഛൻ മകനെ തിരക്കിയപ്പോഴാണ് പാർട്ടി ജില്ലാ സമ്മേളനത്തിന്റെ റെഡ് വോളണ്ടിയേഴ്സ് മാർച്ചിൽ പങ്കെടുക്കാൻ പോയെന്ന വിവരം അറിയുന്നത്. CPM പഴയാറ്റുങ്കര ബ്രാഞ്ച് സമ്മേളനത്തിന്റെയും പേരൂർക്കട ഏരിയ സമ്മേളനത്തിന്റെയും പ്രകടനങ്ങളിൽ റെഡ് വോളണ്ടിയറായി സിദ്ധാർത്ഥ് പങ്കെടുത്തിട്ടുണ്ടെന്നാണ് സിദ്ധാർത്ഥിനെ കൂട്ടിക്കൊണ്ടുപോയ CPM പ്രവർത്തകർ പറയുന്നത്. സിദ്ധാർത്ഥിന് റെഡ് വോളണ്ടിയേഴ്സ് യൂണിഫോമുമുണ്ട്. ഈ യൂണിഫോം സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ എടുത്തുകൊണ്ടുപോയത് മറ്റൊരു കുട്ടിക്ക് നൽകാനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഹരികുമാർ പറയുന്നു. ടീച്ചർമാർക്ക് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കാനുള്ള ഒരു ഇതില്ലേ? അച്ഛനെ അമ്മയോ ഒന്ന് വിളിച്ച് ചോദിക്കാമല്ലോ. എൻ്റെ രണ്ടുപേരുടെ നമ്പർ ഇവിടെ ഉണ്ട്. ഞാൻ വൈകിട്ട് ഇവനെ വിളിക്കാനായിട്ട് ഇവിടെ എന്നും 4 മണി തൊട്ട് 6 മണി വരെ കാണും. നൗഫൽ സാർ എന്ന് പറയുന്ന ആൾ ഇതുവരെ വന്നിട്ടില്ല. ദാ വരുന്നു ഞാൻ എത്താറായി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നെല്ലാം കൊടുത്തു വിട്ടു, നീ വന്നാൽ മതി. ഇപ്പോഴാണ് അത് എനിക്ക് മനസ്സിലാവുന്നത്. വീട്ടിൽ നിന്ന് അപ്പോൾ കുറച്ചുകൂടെ വിശ്വാസമാവുമല്ലോ. അവൻ്റെ തുണി കൈയിരിക്കല്ലേ. സംഭവം വിവാദമായതോടെ സിദ്ധാർത്ഥിനെ പാർട്ടി പ്രവർത്തകർ തിരികെ സ്കൂളിലെത്തിച്ചു. വീട്ടിൽ നിന്ന് സമ്മതം വാങ്ങിയാണ് യൂണിഫോമുമായി എത്തിയതെന്ന് തെറ്റിദ്ധരിപ്പിച്ചതിനാലാണ് താൻ റെഡ് വോളണ്ടിയർ പരേഡിന് പോയതെന്ന് സിദ്ധാർത്ഥ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പരിപാടിയാണെന്ന് സ്കൂളിലും വിളിച്ച് പറഞ്ഞ്. അപ്പം അത് വീട്ടിൽ പറഞ്ഞ് പെർമിഷൻ വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് വിട്ട് അങ്ങനെ കൊണ്ടുപോയി. ചോദിച്ചതോ പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ അച്ഛൻ ഹരികുമാറിനൊപ്പം മകൻ സിദ്ധാർത്ഥ് വീട്ടിലേക്ക് മടങ്ങി. ബാലസംഘത്തിലും DYFIയിലും അംഗമാണ് സിദ്ധാർത്ഥ് എന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.